കിട്ടി, നല്ലൊരു കിട്ടി. ഷോന്റെ അന്ന് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല്, എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ഫോട്ടോ എടുപ്പ് പരിപാടി ഉണ്ടല്ലോ, അന്നേ ഉണ്ട്. ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കുറെ പേര് പുറകില് വരും. സ്വാഭാവികം. അന്ന് നമ്മുടെ സ്പോൺസേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഇയാള് വന്ന് എന്റെ തോളി കൈയിട്ടു. സംഭവം അങ്ങോട്ടാ വന്നെ. അയാള് പതുക്കെ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് ഈ കൈ പതുക്കെ ബാക്കിലോട്ട് അങ്ങ് ഇറക്കി കൊണ്ടുപോയി. അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തട്ടി മാറ്റിയിട്ട് ഞാൻ തിരിച്ച് ഗ്രീൻ റൂമിലോട്ട് ഓടി. എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. എന്നിട്ട് അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോ ഇവര് ചോദിച്ചു, അല്ല നിങ്ങൾ ഫുൾ ഡേ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുകയാണോ, നിങ്ങൾക്ക് ഷോപ്പിങ്ങിനൊന്നും പോട്ടെ? എന്റെ കൂടെ വന്ന് ചേച്ചി വേറൊരു കാറിലായി പോയി, വേറെ സ്പോൺസറുടെ കാറിലായി പോയി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഞങ്ങള് പൊക്കോണ്ടിരിക്കുമ്പോ എന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്ന മനുഷ്യൻ ഒരു സ്പോൺസറാണ്. ഇയാള് പോയില്ലേ? മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ മട്ടി മോനെ. അയാള് പതുക്കെ ബാക്കിൽ കൂടെ കൈയിട്ടിട്ട് എന്റെ കാലിൽ തോണ്ടിയിട്ട് എന്റെ പാന്റ് ഇങ്ങനെ മുകളിലേക്ക് ആക്കാൻ നോക്കാം. എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയല്ലോ. എന്റെ പൊന്ന് സാർ, ഞാളുടെ കയ്യില് പിച്ചി. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. അപ്പൊ അയാള് തിരിഞ്ഞൊരു നോട്ടം നോക്കിട്ട് പിന്നെ മിണ്ടാണ്ടിരുന്നു. അവന്റെ ഒരു കലാപരിപാടി കൊല്ലണ്ടോ അവനെ. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.